നിങ്ങളുടെ മുന്നിൽ ബക്കറ്റുമായിട്ട് വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു സദക്ക എടുത്തിട്ടാൽ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. മലക്ക് ദുആ ചെയ്യും, ഉള്ളതിൽ പങ്കുവൻ കൊടുത്തല്ല, നീ ഇവന് ബർക്കത്ത് ചെയ്യണേ അല്ലാ. ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത മലക്ക് നിന്റെ തലയുടെ മുകളിൽ നിന്നിട്ട് ദുആ ചെയ്യും, ഉള്ളതിൽ പങ്ക് കൊടുത്തവരെ അല്ലാ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, നീ രക്ഷപ്പെട്ടു. പോക്കറ്റിന്റെ അകത്ത് കെട്ടുകണക്കിന് വെച്ചിട്ടുണ്ട്, നീ ഇങ്ങനെ ഇരിക്കുക, ബക്കറ്റ് കൊണ്ടുവരുന്നവന്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. അപ്പൊ മലക്ക് ദുആ ചെയ്യും, ഉണ്ടായിട്ടും കൊടുത്തില്ല അല്ലാ, നീ ഇവന് കൊടുത്തിട്ടും നീ ഇവൻ കൊടുത്തില്ല, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും അങ്ങ് പിടിച്ചു വെക്കണേ അല്ലാ. അല്ല പിടിച്ചു വെച്ച നീ യതീംഖാനയിലാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ദുആ വേണോ, അനുകൂലമാക്കണോ, എതിരാക്കണോ? ആ ചങ്ങാതിമാര് ബക്കറ്റുമായിട്ട് വരുന്നു, നല്ല ഒരു സദക്ക എടുത്ത് അതിനകത്തിട്, ഇട്ടത് തിരിച്ചെടുക്കരുത്. 100ന്റെ നോട്ടിട്ടിട്ട് 90 വലിക്കണ്ട. എടുക്കുന്നത് എത്രയാണെന്ന് നോക്കണ്ട, എടുക്കുന്നത് എത്രയാണെന്ന് നോക്കണ്ട, അതിനകത്തിട്ടേര്, അതിനകത്ത് കൈയിട്ട് തിരിച്ചെടുക്കരുത്. അള്ളാഹു കാക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞാൽ കാണാം, ബക്കറ്റിന്റെ അകത്ത് കൈയിട്ടിട്ട് നുള്ളി പറക്കാ തിരിച്ച്. എന്താ ചങ്ങാതി, അള്ളാഹ്ക്ക് കൊടുത്തത് തിരിച്ചു വാരുക, അള്ളാഹ്ക്ക് കൊടുത്തിരിച്ചു. അതുകൊണ്ടാ പറഞ്ഞ നോക്കരുത് നീ എത്ര ഇട്ടേന്ന്. കൈ പോക്കറ്റിനകത്ത് ഇടണം. എന്ത് കയറുന്നു, ബിസ്മില്ലാ ഇട്ടേരെ, നീ നോക്കണ്ട, എത്ര ഇട്ടേന്ന് നീ നോക്കണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, കൊടുക്ക്, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 1 അപ്പൊ 4 കാര്യം പഠിച്ചു. 1 2 റക്അത്ത് നിസ്കരിക്കണം, അള്ളാനെ ഏൽപ്പിക്കണം. 2 അറിവുള്ളവരോട് ചോദിക്കണം, മുഷാവറ ചെയ്യണം. 3 ഒരു സദക്ക കൊടുക്കണം. 4 ഖുർആൻ ഓതണം. 5 അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാന്റെ തൃപ്തി ലഭിച്ചു, നബിയുടെ തൃപ്തിയും ലഭിച്ചു. ഇനി ആരുടെ തൃപ്തി? ഇനി ആരുടെ തൃപ്തി? എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ മാതാവിന്റെയും നിന്റെ പിതാവിന്റെയും മാതാപിതാക്കളുടെ ദുആയും തൃപ്തിയും നീ വാങ്ങണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, ആരാടാ ചെറുപ്പക്കാരാ ഉമ്മയോട് അനുവാദം ചോദിച്ചത്, വാപ്പയോട് അനുവാദം ചോദിച്ചത്? പടച്ചവനെ ചോദിക്കാറില്ലല്ലോ, മാതാപിതാക്കളോട് പറയാറില്ലല്ലോ. എല്ലാം ചെയ്ത് കഴിയുമ്പോഴാണ് മാതാ പറയുന്നത്. പടച്ചവനെ, വണ്ടി വീടിന്റെ മുന്നിൽ വരുമ്പോഴാണ്, മോനെ ഇതേതാരാ ഒരു പുതിയ വണ്ടി, ഉമ്മ ഞാൻ ഇന്നലെ എടുത്തതാണെന്ന് പറയുന്നത് അപ്പോഴാ. പടച്ചവനെ, നീ എല്ലാവരോടും പറയും, കൂട്ടുകാരോട് പറയും, ഭാര്യയോട് പറയും, മക്കളോട് പറയും, കൂട്ടുകാരോട് കുടുംബക്കാരോട് പറയും. പക്ഷേ മാതാപിതാക്കളോട് നീ പറയാറില്ല, മാതാപിതാക്കളുടെ ദുആ വാങ്ങാറില്ല. പിന്നെ എങ്ങനെയാ രക്ഷപ്പെടുന്നത്? പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? നിന്റെ ഭാര്യയോട് പറയുമല്ലോ, എല്ലാ കാര്യവും നീ നിന്റെ ഭാര്യയോട് പറയുമല്ലോ. ഉമ്മയോട് പറയാറുണ്ടോ ചെറുപ്പക്കാരാ? വാപ്പയോട് പറയാറുണ്ടോ? അവരല്ലേടാ നിന്റെ വിജയത്തിന് കാരണക്കാര്. അവരില്ലെങ്കിൽ നീ ഇല്ലല്ലോ. അവരുടെ ദുആ കൊണ്ടല്ലേ നീ രക്ഷപ്പെട്ടത്. നമ്മളിൽ പലരും പടച്ചവനെ ഉമ്മയോടും വാപ്പയോടും പറയാറില്ല. നമ്മളിൽ പലരും മാതാപിതാക്കളോട് ഒന്നും പറയാറില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഭാര്യയോട് പറയുമെല്ലാം, ഭാര്യയോട് പറയും എല്ലാ കാര്യങ്ങളും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ലക്ഷങ്ങൾ കടം പേടിച്ചു, ലക്ഷങ്ങൾ മുടക്കിയിട്ടൊരു കച്ചവടം തുടങ്ങി, അവസാനം എല്ലാം നഷ്ടപ്പെട്ടു വീടിൻ്റെ അകത്ത് ബെഡ്റൂമിൽ വന്നപ്പോ പെണ്ണുമ്പിള്ള പറഞ്ഞ മറുപടി എന്താ? നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. എന്താ പറയാ? നമ്മുടെ ഭാര്യ പറയുന്ന മറുപടി, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. ഞാൻ അന്നേ പറഞ്ഞല്ലേ ഈ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ടെന്ന്. എന്നാ അവസാനം ബെഡ്റൂമിന്റെ അകത്ത് സമാധാനമില്ലാതെ വീടിന്റെ ഹാളിന്റെ അകത്ത് വന്നിങ്ങനെ ഇരിക്കുമ്പോ ഉമ്മ വന്നിട്ട് ചോദിക്കും, എന്തേടാ മോനെ, എന്ത് പറ്റി? ഉമ്മ, എല്ലാം പോയി ഉമ്മ, പോട്ടെ മോനെ, അല്ലണ്ടല്ലോ. അതാ ഉമ്മ. ഞാനും നിങ്ങളും ഉമ്മയോട് പറയാറില്ല. എല്ലാം പെണ്ണുമ്പിള്ള എടുത്ത് പറയുന്നവർ എല്ലാം ഭാര്യയോട് പറയും, ഉമ്മയോടും വാപ്പയോടും ഒന്നും പറയാറില്ല. എന്നാൽ അതിന്റെ നഷ്ടം എന്തെന്നറിയുമോ? നിനക്കതിന്റെ നഷ്ടം അറിയാനിട്ടാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാര് കേൾക്കാൻ വേണ്ടി പറയുകയാ. ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാര് ഉമ്മയോടും ഉപ്പയോടും ഒരു കാര്യവും പറയാത്ത, മക്കള് കേൾക്കാൻ
പറയുകയാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബികൾ കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാൻ കഴിയുന്നില്ല. അൽഖമ റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. സ്വഹാബികൾ അടുത്തു പോയിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന് പറയണമെന്നുണ്ട്. പക്ഷേ നാവ് പൊങ്ങുന്നില്ല, പറയാൻ കഴിയുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും പറയാൻ കഴിയുന്നില്ല. സ്വഹാബികൾ മുത്തുനബിയുടെ ചാരത്ത് വന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബ, അൽഖമ 5 നേരവും നിസ്കരിക്കുമോ സഹാബ? ഈമാൻ കിട്ടുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല. മുത്തുനബി ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, അൽഖമ നിസ്കരിക്കുമോ സഹാബ? യാ റസൂലല്ലാഹ്, അൽഖമ 5 നേരവും നിസ്കരിക്കുന്ന സ്വഹാബിയ, 5 നേരവും നിസ്കരിക്കും നബിയെ. റസൂലുള്ള രണ്ടാമത് ചോദിക്കുകയാണ്, ഉമ്മയുമായിട്ട് എങ്ങനെയാണ്? അൽഖമ ഉമ്മയുമായിട്ട് എങ്ങനെയാണ്? സ്വഹാബികൾ പറഞ്ഞു, നബിയേ, ഉമ്മാനെ വല്ലാത്ത സ്നേഹമാ, ഉമ്മയോട് വല്ലാത്ത സ്നേഹമാ, ഉമ്മാനെ വല്ലാത്ത ഇഷ്ടമാ, ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യുന്ന മകനാണ്. പക്ഷേ ഉമ്മയ്ക്കൊരു പരാതിയുണ്ട് നബിയേ. നെളിഞ്ഞിരിക്കുന്ന മക്കള്, എടാ, നിന്നെ കുറിച്ചും നിന്റെ ഉമ്മയ്ക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെടൂല, നീ രക്ഷപ്പെടൂല. പെങ്ങളെ സിറാജിനോട് ദേഷ്യം വെച്ചിട്ട് കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ സഹാബികൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷേ പറയാൻ പറ്റുന്നില്ല അൽഖമയ്ക്ക്. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു, നിസ്കരിക്കാറുണ്ടോ? 5 നേരവും നിസ്കരിക്കും നബിയെ. 2, ഉമ്മയോടെങ്ങനെ? സഹാബികൾ പറഞ്ഞു, വലിയ സ്നേഹമാ. ഇല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉമ്മയ്ക്ക് വല്ല പരാതിയുണ്ടോ? ആ സമയത്ത് സഹാബികൾ പറഞ്ഞു, ഉമ്മയ്ക്കൊരു പരാതിയുണ്ട്. എന്തേ ഉമ്മയുടെ പരാതി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിളിച്ചു കൊണ്ടുവരാൻ. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയെ കൊണ്ടുവന്നു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മകനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? നബിയെ, എനിക്കവന് വലിയ ഇഷ്ടമാ, ഞാൻ അവനെ പൊന്നുപോലെ നോക്കിയതാ. പക്ഷെ എനിക്കൊരു വിഷമമുണ്ട്. അവൻ എന്ത് കാര്യമുണ്ടെങ്കിലും ആദ്യം ഭാര്യയോടെ പറയും. എന്ത് കാര്യമുണ്ടെങ്കിലും എൻ്റെ അൽഖമ ആദ്യം ഭാര്യയോട് പറയും, പിന്നെ എൻ്റെ അടുത്ത് പറയാറുള്ളൂ. സത്യത്തിൽ അവൻ ആദ്യം പറയേണ്ടത് എന്നോടല്ലേ നബിയെ? ഞാനല്ലേ അവൻ്റെ ഉമ്മ, ഞാനല്ലേ അവന്റെ ഉമ്മ. അവന് എന്നെക്കാളും ഇഷ്ടം അവന്റെ ഭാര്യ. നിങ്ങൾ ശ്രദ്ധിക്കണം, അൽഖമ റളിയല്ലാഹു തആല അൻഹു പറയാതെ ഇരുന്നില്ല. ഉമ്മയോടെല്ലാം പറയും, പക്ഷെ ആദ്യം ആരോടെ പറയൂ? ഭാര്യയോടെ പറയൂ. ആ ഉമ്മ പറഞ്ഞു, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല നബിയെ, എന്റെ മനസ്സ് വേദനിക്കുന്നു നബിയെ. അവൻ എന്നെക്കാളും സ്നേഹം ഇന്നലെ വന്ന അവന്റെ പെണ്ണും പിള്ളയോടാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുന്നില്ല, ഒന്ന് പൊരുത്തപ്പെട്. ഇല്ല നബിയെ, ഇല്ല നബിയെ. ചരിത്രം പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്ക്, ഉമ്മാനെ തല്ലിയതിന്റെ പേരിലല്ല, ഉമ്മാനെ അടിച്ചിറക്കിയതിന്റെ പേരിലല്ല, ഉമ്മാനെ പട്ടിണി കിട്ടതിന്റെ പേരിലല്ല, ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിച്ചതിന്റെ പേരിലല്ല, ഉമ്മാനോട് ആദ്യം പറയാറില്ല. ഈ ഒറ്റ തെറ്റിന്റെ പേരിലാ ആ സ്വഹാബിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിഞ്ഞില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ ഉമ്മയുടെ പൊരുത്തം കൊടുത്തതിന് ശേഷമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചത് എന്ന് ചരിത്രം പറയുമ്പോൾ ഞാനും നിങ്ങളും ആരാ പറയാറ്? ഉമ്മാനോട് പരിഗണനയുണ്ടോ എനിക്കും നിങ്ങൾക്കും? എന്നാൽ എത്രയോ കോടീശ്വരന്മാരായ കച്ചവടക്കാരുണ്ട്. നിനക്കൊരു മുറുക്കാൻ കടയല്ലേ ഉള്ളൂ, നിനക്കൊരു ചെറിയ ഒരു പീടികയല്ലേ ഉള്ളൂ, എങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആസ്തിയുള്ള എത്രയോ സമ്പന്നന്മാർ വൈകുന്നേര സമയം കട പൂട്ടിയിട്ട് വരുമ്പോൾ നേരെ ഉമ്മാടെ റൂമിൽ പോയിട്ട് ഉമ്മാടെ കയ്യിൽ കൊടുക്കും കടയുടെ താക്കോൽ. എത്രയോ പേർ
അവസാനം കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ വാപ്പയുണ്ടോ ഉമ്മയുണ്ടോ? ജീവിച്ചിരിക്കുന്ന കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരാണെങ്കിലും അവരുടെ കയ്യിൽ കൊണ്ട് താക്കോല് കൊടുക്കും. എന്നിട്ട് അൽഹംദുലില്ലാ ഉമ്മയ്ക്കൊരു ചുംബനവും കൊടുത്തിട്ട് ഭാര്യയുടെ മുന്നിലേക്ക് ബെഡ്റൂമിലേക്ക് പോകൂ. രാവിലെ കച്ചവടത്തിന് വേണ്ടി ഇറങ്ങുമ്പോ ഇറങ്ങി നേരെ ഉമ്മാടെ അടുക്കൽ പോയിട്ട് ഉമ്മാടെ കൈകൊണ്ട് താക്കോല് വാങ്ങും. ഉമ്മയ്ക്കൊരു ഉമ്മയും കൊടുത്തിട്ട് ഇറങ്ങിപ്പോകും. അവരാ സഹോദര ഇന്ന് വരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മള് നേരെ താക്കോലും പൈസയും ആരെടുത്ത് കൊണ്ടു കൊടുക്കും? നിന്റെ ആമിന പൂട്ടിക്കോടി ഉമ്മ കാണണ്ട, ഉമ്മയും വാപ്പയും കാണണ്ട, ഒളിച്ചു വെച്ചോ. അതുകൊണ്ടാ സഹോദര നിന്റെ ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉമ്മയുടെ ദുആയോളം വലുതൊന്നുമില്ല. ഒരൊറ്റ ഉമ്മയുടെ ദുആ പോലെ നീ വിചാരിച്ചു നിന്റെ രക്ഷ നിന്റെ ഭാര്യയുടെയും മക്കളുടെയും അല്ലെങ്കിൽ നിന്റെ താടിയുടെയും തഴമ്പിന്റെയും വലിപ്പം കണ്ടിട്ട അല്ലടാ, നിന്റെ ഉമ്മയുടെ ദുആയ. മുസാ നബി അലൈഹിസ്സലാം തൂരിസീന പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയപ്പോ കാല് തെറ്റിയിട്ട് വീണപ്പോ അല്ലാഹ് പറഞ്ഞു, മൂസാ ദുആ ചെയ്യേണ്ട ആള് പോയി, ഇനി സൂക്ഷിച്ചോളാനാ പറഞ്ഞേ. ഉമ്മ മരിച്ചുപോയി, ഇനി ദുആ ചെയ്യാനില്ല, അതുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും ഉമ്മ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. ഉമ്മയുടെ വാക്കുമതി, ഒരു നിസ്സാരമായിട്ട് ഉമ്മയുടെ മനസ്സു വേദനിച്ചാൽ മതി, എന്റെയും നിന്റെയും ജീവിതം തന്നെ തലതിരിഞ്ഞു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ആരാ ജുറൈജ്? ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അള്ളാഹുവിനെ വല്ലാത്ത ഭയമാ. ഉമ്മാടെ വില മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിക്ക്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു പെണ്ണ് കെട്ടിയിട്ടില്ല. മാതാവിന്റെ അടുക്കൽ നിൽക്കാതെ ഒറ്റയ്ക്ക് പോയിട്ട് രാവും പകലും ഇബാദത്താ ജുറൈജ്. ഒരിക്കൽ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ ചിന്തിച്ചു, മോനെ കണ്ടിട്ട് കുറെ നാളായല്ലോ, ഒന്ന് പോയി കാണാം. അങ്ങനെ ഉമ്മ മകനെ കാണാൻ വേണ്ടി ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ വന്നു. ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് ഉമ്മ വിളിച്ചു, മോനെ ജുറൈജ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മസല പഠിച്ചോ? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീടിന്റെ അകത്ത് സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉമ്മ വന്ന് വിളിച്ചാൽ എന്ത് ചെയ്യണം? കെട്ടിയ കൈ അഴിക്കാൻ പാടുണ്ടോ? വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ. എടാ, നിങ്ങള് ഒരാള് നമസ്കരിക്കാൻ കൈകെട്ടി, പാമ്പ് വന്നാ ഓടാൻ പറഞ്ഞു അല്ലാഹ്? ഓടാൻ പറഞ്ഞിട്ടുണ്ടോ? പട്ടി കടിക്കാൻ വന്നാ ഓടണോ? പടച്ചനെ പറഞ്ഞു നോക്കണം, അപ്പ അറിയാ. ഇമാമിനെ പോലെ കാണൂല. അല്ലാഹു മാറാകട്ടെ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിൽക്കുകയാണ്. സുന്നത്ത് നമസ്കരിക്കുന്നതിന് വേണ്ടി ഞാൻ കൈകെട്ടി നിന്ന് 2 റക്അത്തായി അല്ലെങ്കിൽ 3 റക്അത്തായി ഞാൻ ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ വന്നിട്ട് മോനെ സിറാജെ എന്ന് വിളിച്ചാൽ കൈ അടിച്ചിട്ട് എന്തേ എന്ന് ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എടാ, നീ അള്ളാടെ മുന്നിൽ കെട്ടിയിരിക്കണ കൈ അഴിച്ചോണം. ആര് വിളിച്ച? പറ, ആര് വിളിച്ച? നിന്റെ ഉമ്മ വിളിച്ച കെട്ടിയിരിക്കണ കൈ അടിച്ചിട്ട് ചോദിക്കണം, എന്തേ ഉമ്മ? അതാടാ നിന്റെ ഉമ്മ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതാണ് ഉമ്മ. വാപ്പയ്ക്ക് സ്ഥാനമില്ല എന്നല്ല. നിന്റെ മാതാപിതാക്കൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വിളിച്ച അപ്പം നീ അടിക്കണം. അല്ലാതെ നിസ്കാരത്തിലല്ലേ സലാം വീട്ടിയിട്ട് വിളിക്കാം എന്ന് നീ കരുതരുത്. കാരണം അടിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ജുറൈജ് തങ്ങൾ വിചാരിച്ചു, ഞാൻ നിസ്കരിക്കല്ലേ, സലാം വീട്ടികെട്ടി എന്തേന്ന് ചോദിക്കാം, ഇത്രേ ചിന്തിച്ചുള്ളൂ. ഉമ്മ കാത്തു നിന്നു. വിളി കേൾക്കാതെ വന്നപ്പോ ഒറ്റപ്പോക്ക് തിരിച്ച്. വിളി കേട്ടില്ല, ഒറ്റപ്പോക്ക്. കുറച്ചു കഴിഞ്ഞു വീണ്ടും ഉമ്മായിക്ക് ഒരു ആഗ്രഹം, മോനെ ഒന്ന് കാണാം. പിന്നെയും പോയി. അന്ന് തന്നെ ആകണമെന്നില്ല. പിന്നീട് ഒരു ദിവസം പോയി എന്ന് സങ്കല്പിക്ക്. പോയി വിളിച്ചു, മോനെ ജുറൈജെ. അപ്പോഴും ജുറൈജ് തങ്ങൾ നിസ്കാരത്തില. പെണ്ണുമ്പിള്ളയുടെ മടി കിടക്കായിരുന്നില്ല, അല്ലെങ്കിൽ വീടിനകത്തിരിക്കായിരുന്നില്ല. നിസ്കാരത്തിലായത് കാരണം വിളി കേട്ടില്ല. ഉമ്മ തിരിച്ചുപോയി. മൂന്നാമതും ഉമ്മ വന്നു, മോനെ ജുറൈജെ. അപ്പോഴും നിസ്കാരത്തില, വിളി കേട്ടില്ല. ഉമ്മയുടെ മനസ്സ് വേദനിച്ചു. അപ്പൊ എന്നെക്കാളും വലുത് അവന്റെ ഇബാദത്ത്, അവന്റെ നിസ്കാരം. ഉമ്മ അവിടെ നിന്നുകൊണ്ട് ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അല്ലാ ഇവനെ നീ നാണം കെടുത്താതെ മരിപ്പിക്കല്ലേ അല്ലാ. ഒരൊറ്റ പറച്ചല്.
ആ ഉമ്മ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അല്ലാഹുവേ ഇവനെ നീ നാണം കെടുത്താതെ നീ മരിപ്പിക്കരുത്. ഒരൊറ്റ വാക്ക്. ഉമ്മ പോയി. ജുറൈജ് തങ്ങൾ ഒന്നും അറിഞ്ഞില്ല. ദിവസങ്ങൾ കഴിയാൻ തുടങ്ങി. ജനങ്ങൾ മുഴുവനും ജുറൈജ് തങ്ങളെ കാണുമ്പോ വലിയ മഹാനല്ലേ, നിസ്കരിക്കാനുള്ള സൗകര്യം, എല്ലാവരും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, ദുആ ചെയ്യാൻ പറഞ്ഞു. വലിയ മഹാനാ. അത് കണ്ടപ്പോ ഒരു സുന്ദരിയായ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് എല്ലാ ആണുങ്ങളെയും പിഴപ്പിക്കുന്നവളാണ്. ഇപ്പൊ ജുറൈജിനെ കണ്ടപ്പോ അവൾക്കൊരാഗ്രഹം, ഇവനെ ഒന്ന് പിഴപ്പിക്കണം. അങ്ങനെ എന്തെല്ലാം നോക്കിയിട്ടും ജുറൈജിനെ പിഴപ്പിക്കാൻ പറ്റുന്നില്ല. ഈ പെണ്ണ് ജുറൈജ് തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ മുന്നി വന്നിട്ട് ഉടുതുണി ഉരിഞ്ഞിട്ട് നിൽക്കും, നഗ്നയായിട്ട്. അങ്ങനെയെങ്കിലും ഒന്ന് പിഴപ്പിക്കാൻ. എന്ത് ചെയ്തിട്ടും ജുറൈജ് തങ്ങൾ ഇവളെ മൈൻഡ് ചെയ്യാതെ വന്നപ്പോ ഇവൾക്ക് ദേഷ്യമായി. ഇവൾ ഇറങ്ങിപ്പോകുന്നത് പല ആണുങ്ങളും കണ്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു ഈ പെണ്ണ് ഗർഭിണിയായി. കാണുന്നവരോടൊക്കെ പറയും എന്റെ കുഞ്ഞ് ജുറൈജിന്റെ കുഞ്ഞാ. ചരിത്രം പറയുന്നു അവസാനം ചോര കുഞ്ഞുമായിട്ട് ഈ പെണ്ണ് നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടിക്കെട്ട് പറഞ്ഞു, ഇവൻ കള്ളന, ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജ. കേൾക്കേണ്ട താമസം നാട്ടുകാര് മുഴുവനും ആ വീട് മുഴുവനും തല്ലി തകർത്തു. ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നമസ്കാരിച്ചുകൊണ്ടിരുന്ന കൂടാരം മുഴുവനും തല്ലി തകർത്തു. അങ്ങനാണല്ലോ, ഒരു വാർത്ത മാത്രം മതി, സത്യമോ ഒന്നും നോക്കാറില്ല ആരും. എല്ലാവരും തല്ലാനും തുടങ്ങി, കുറ്റപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ ജുറൈജ് തങ്ങൾ നാണം കെട്ടു. ഉമ്മാടെ ദുആ അവിടെ നിന്ന് നാണം കെട്ടു. അവസാനം എന്തേ സംഭവമെന്നറിയില്ല. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇതിന്റെ സത്യം തെളിയിക്കാൻ എനിക്കൊരു നിമിഷം തരുമോ? ജനങ്ങൾ സമയം കൊടുത്തു. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ഒളുവെടുത്തു, 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറഞ്ഞു, പടച്ചവനെ എന്തേ അല്ലാ. അപ്പോഴാണ് അശരീരി കേൾക്കുന്ന ജുറൈജെ, ഉമ്മാടെ വിളിക്ക് ഉത്തരം കിട്ടാതെ വന്നപ്പോ ഉമ്മയുടെ പ്രാർത്ഥനയാണ്, ഉമ്മാടെ ദുആയാ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു സുജൂദിൽ കിടക്കുമ്പോൾ അശരീരി കേൾക്കുന്ന ഉമ്മ എതിരെ ദുആ ചെയ്തതാ. ജുറൈജ് തങ്ങൾ അവിടെ കിടന്ന് കരയുന്നു, അല്ലാഹ് അറിഞ്ഞിരുന്നില്ല തമ്പുരാനെ, എനിക്കറിയാൻ പറ്റിയില്ല തമ്പുരാനെ, എനിക്ക് നീ പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ്. ജുറൈജ് തങ്ങൾ സുജൂദിൽ കിടന്ന് കരയുകയാ. എന്നിട്ട് എഴുന്നേൽക്കുകയാണ്. ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുകയാണ്. പെണ്ണ് പറയുന്നു, എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞു ജുറൈജിൻ്റെതാണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു, ആ ചോര കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവരാൻ. ജനങ്ങൾ ആ ചോര കുഞ്ഞിനെ പൊന്നുമോനാണ്, ആൺകുട്ടിയാണ്. അവനെ ജുറൈജ് തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു തന്റെ വിരലെടുത്തിട്ട് ആ ചോര കുഞ്ഞിന്റെ പൊക്കിളിന്റെ മുകളിൽ വെച്ചു. എന്നിട്ട് ചോദിക്കുന്നു, യാ ബുനയ്യാ, എടാ പൊന്നുമോനെ, നിന്റെ വാപ്പയാരാടാ? ചോര കുഞ്ഞിനോട് ചോദിക്കുകയാ, നിന്റെ വാപ്പയാരാ? പറയടാ, നിന്റെ വാപ്പയാരാ? എല്ലാരും ചോദിച്ചു, ജുറൈജ് നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ഈ പാല് കുടിക്കണ കുഞ്ഞു സംസാരിക്കോ? നീ എന്താ ഞങ്ങളെ കളിയാക്കുന്നോ? ഈ പാല് കുടിക്കുന്ന കുഞ്ഞു സംസാരിക്കുവോ? ജുറൈജ് പിന്നെയും ചോദിച്ചു, പറയടാ മോനെ, നിന്റെ വാപ്പയാരാ? ഞാനാണോ? നിന്റെ വാപ്പ ഞാനാണോ? പറയടാ മോനെ. ആ സമയത്ത് ആ പാല് കുടിക്കുന്ന ചോര കുഞ്ഞ് കഥയല്ല, ചരിത്രമാ. ഇത് നിങ്ങൾ കിതാബെടുത്ത് നോക്ക്. ആ പാല് കുടിക്കുന്ന പൊന്നുമോന് നമ്മൾ സംസാരിക്കുന്നത് പോലെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ വാപ്പ ജുറൈജല്ല, മലഞ്ചരിവില് താമസിക്കുന്ന ഒരു ആട്ടിടയനാ. അവിടെ നിന്ന് ഉറക്കെ പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, ഈ ചരിത്രം മതി. ജുറൈജ് എന്ന് പറയുന്ന മഹാനാരാണ്? ആ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ വിളിക്കുത്തരം ചെയ്യാതെ വന്നപ്പോ ഇത്രയും വലിയ ഒരു ശിക്ഷ കിട്ടിയെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ ബറക്കത്തില്ലാത്തത്, ഏത് കച്ചവടം ചെയ്താലും നീ നഷ്ടത്തിൽ പെട്ടുപോകുന്നത്, നിനക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാത്തത്, എന്തേടാ നീ രക്ഷപ്പെടാത്തത്? എന്തേ നിനക്ക് സമാധാനമില്ലാത്തത്? നിന്നെ പോലെ മീൻ കച്ചവടം ചെയ്യുന്നവൻ എടാ സന്തോഷത്തോടെ ജീവിക്കുന്നല്ലോ. നിന്നെ പോലെ പച്ചക്കറി കച്ചവടം നടത്തുന്നവൻ രക്ഷപ്പെട്ടല്ലോ. നിന്നെ പോലെ ഒരു പീടികയുള്ളവൻ 2 നില വീട് വെച്ചല്ലോ. ഇത് മോഷണം നടത്തിയിട്ടല്ല, പിടിച്ചു പറിച്ചിട്ടല്ല, പറ്റിച്ചുണ്ടാക്കിയതല്ല. അല്ലാഹു അവന് ബറക്കത്ത് കൊടുത്തത് കൊണ്ടാ
അല്ലാഹു സഹായിച്ചത് കൊണ്ടാ. അതുകൊണ്ട് ഇനിയെങ്കിലും നിനക്ക് അല്ലാഹുവിന്റെ സഹായം വേണോ, റബ്ബ് നിനക്ക് ബർക്കത്ത് ചെയ്യണോ, ഈ 5 കാര്യങ്ങൾ നീ പാലിക്ക്. അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം